ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട അപ്രതീക്ഷിത വീഴ്ചയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും ഉപരിസഭയായ ബിജെപിക്ക് ക്ഷീണം പകരുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇത്തവണ രാജ്യസഭയിൽ ബിജെപിയുടെ അംഗബലം 90-ൽ കുറഞ്ഞു. ബിജെപി അംഗങ്ങളായ സോണൽ മാൻസിംഗ്, മഹേഷ് ജഡ്മലാനി, രാകേഷ് സിൻഹ, റാം ഷക്കൽ എന്നിവരുടെ കാലാവധി ജൂലൈ 13-ന് അവസാനിച്ചതോടെ അംഗബലം 86-ലേക്ക് കൂപ്പുകുത്തി. ഇതോടെ ബിജെപി നേതൃത്വത്തിലുള്ള NDA സഖ്യത്തിന്റെ സീറ്റുകളുടെ എണ്ണം 101-ആയി ചുരുങ്ങാൻ കാരണമായി. 256 സീറ്റുകളുള്ള സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 115 സീറ്റുകളാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാജ്യസഭാ അംഗങ്ങളായ ബിജെപി നേതാക്കൾ കൂട്ടത്തോടെ നേരിട്ട തോൽവിയാണ് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയത്. മലയാളികളായ കെ മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ തോറ്റുപോയ രാജ്യസഭാ അംഗങ്ങളായ മന്ത്രിമാരായിരുന്നു. സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിച്ചെങ്കിലും രാജ്യസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ ആ നഷ്ടം നികത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ബിജെപി. മഹാരാഷ്ട്രയിലും ബീഹാറിലും അസമിലും 2 വീതം സീറ്റുകളും, ഹരിയാന, മധ്യപ്രദേശ്, ത്രിപുര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതവും ലഭിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വീര്യം കുറയ്ക്കാൻ സാധിച്ചതിനാൽ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. BRSന്റെ പിന്തുണയുള്ള തെലങ്കാനയിൽ ഒരു സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്ന KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ആ സീറ്റ് BJP നേടാനാണ് സാധ്യതയെന്ന് വൃത്തങ്ങൾ പറയുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ദീപേന്ദർ സിംഗ് ഹൂഡ ഒഴിഞ്ഞ ഹരിയാനയിലെ രാജ്യസഭാ സീറ്റിലും BJPക്ക് വിജയപ്രതീക്ഷയുണ്ട്. അതേസമയം ഒക്ടോബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ പ്രാദേശിക പാർട്ടികളോ സ്വതന്ത്ര MLA-മാരോ തങ്ങളോടൊപ്പം നിന്നാൽ അത് നേട്ടമാകാൻ കഴിയുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.